തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശങ്ങളെ വെല്ലുവിളിച്ച് ബിജെപി രംഗത്തെത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ ശബരിമല പ്രചരണ വിഷയമാക്കുമെന്ന് വീണ്ടും കമ്മീഷനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ദേശീയ നേതാക്കൾ. കേരളത്തിലെത്തുന്ന ദേശീയ നേതാക്കളെല്ലാം ശബരിമലയെക്കുറിച്ച് പറഞ്ഞിരിക്കും. ഇപ്പോൾ ഈ സൂചന നൽകിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. കമ്മീഷനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി. കേരളത്തിൽ വന്നാൽ ശബരിമലയെക്കുറിച്ച് മിണ്ടാതെ പോകില്ലെന്ന് സുഷമ പറഞ്ഞു. ഇതോടെ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ബിജെപി ദേശീയ നേതാക്കൾ ഒന്നടങ്കം നടത്തുന്നത്. പ്രചാരണത്തിന് അയ്യപ്പന്റെ പേര് പറഞ്ഞതിന് തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയത് അത്ഭുതമെന്നും സുഷമ പ്രതികരിച്ചു. പ്രചരണത്തിൽ ഇഷ്ടദൈവത്തിന്റെ പേര് പറയാനാകില്ല എന്ന് ചോദിച്ച സുഷമ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണയെ വിമർശിച്ചു. ഇത് എന്ത് പെരുമാറ്റച്ചട്ടമാണെന്നും സുഷമ സ്വരാജ് ചോദിക്കുന്നു. തൃശൂരിലെ NDA കൺവെൻഷനിടെ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ണിലുടക്കിയത്. ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ TV അനുപമ സുരേഷ് ഗോപിയോട് വിശദീകരണം തേടിയിരുന്നു. അതേസമയം ശബരിമല എന്ന വാക്ക് ഉപയോഗിക്കാതെ വിഷയം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശൈലി എല്ലാവരും മാതൃകയാക്കണമെന്നാണ് ടിക്കാറാം മീണ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം ലംഘിച്ച് തമിഴ്നാട്ടിൽ ചെന്ന് ശബരിമലയുടെ പേരെടുത്ത് പ്രസംഗിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. മതപരമായ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നതിന് ലക്ഷ്മണ രേഖയുണ്ട്. അത് ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതാണ് BJP നേതാക്കൾ ഒന്നടങ്കം ലംഘിക്കുന്നത്. കേരളത്തിൽ അയ്യപ്പന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ ചെന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്നിടത്തെ ജനങ്ങളുടെ സ്ഥിതി ഇതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മംഗലാപുരത്തെ തിരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു ശബരിമലയെ പേരെടുത്ത് പറഞ്ഞ് കേരളത്തെ അദ്ദേഹം അപമാനിച്ചത്. അതീവ ഗുരുതരമാണ് കേരളത്തിലെ സ്ഥിതി. അയ്യപ്പന്റെ പേര് പോലും പറയുന്നവർക്ക് ജയിൽവാസമാണ് ലഭിക്കുന്നത്. ആചാര സംരക്ഷണത്തിനായി ഇറങ്ങിത്തിരിച്ച BJP സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതും കാരാഗൃഹവാസമാണെന്നാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ പറഞ്ഞത്. BJP നിലനിൽക്കുന്നിടത്തോളം വിശ്വാസങ്ങളും സംസ്കാരവും തകർക്കാനാവില്ലെന്ന് തേനിയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ശബരിമല വിഷയത്തിൽ BJPയുടെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതായിരുന്നു രാമനാഥപുരത്തെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും ഒരേ നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഇത് വിശ്വാസികളെ അപകടത്തിലാക്കിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. കൂടാതെ വിശ്വാസത്തെ അടിച്ചമർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും കാര്യത്തിൽ NDA സർക്കാരിന് വിട്ടുവീഴ്ചയില്ലെന്നും അത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും മോദി റാലിയിൽ പറഞ്ഞിരുന്നു. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് BJP കർശന നടപടികളെടുക്കുമെന്നും BJPയുടെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ പറയുന്നുണ്ട്. അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടായിട്ടും ശബരിമലയെയും ശബരിമല വിഷയത്തെയും തിരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്ന കാഴ്ചയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂസാതെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.